എനിക്ക് എത്ര പൈസ തരും? എമ്പുരാനിലെ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അലംകൃത ചോദിച്ചു. ആ ഗിഫ്റ്റിൽ അവൾ ഹാപ്പി. ദീപക് ദേവ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത 3 സിനിമകൾക്കും സംഗീതം ചെയ്യുക. പൃഥ്വിരാജിനെ ആദ്യമായി സിനിമയിൽ പാടിക്കുക. പൃഥ്വി ആദ്യമായി നിർമ്മിച്ച സിനിമയ്ക്ക് സംഗീതം ചെയ്യുക. ഇപ്പോഴിതാ പൃഥ്വിരാജിന്റെ മകൾ അലംകൃതയെയും ആദ്യമായി സിനിമയിൽ പാടിച്ചിരിക്കുകയാണ് ദീപക് ദേവ്. അലംകൃത എമ്പുരാന്റെ ഭാഗമായതിനെ കുറിച്ചും പാട്ട് പാടിയ ശേഷം തന്നോട് ചോദിച്ച ചില കാര്യങ്ങളെ കുറിച്ചുമൊക്കെ രസകരമായി സംസാരിക്കുകയാണ് ഒറിജിനൽസിന് നൽകിയ അഭിമുഖത്തിൽ ദീപക് ദേവ്. പൃഥ്വിരാജിന്റെ മോൾ പാടിക്കഴിഞ്ഞ ശേഷം എന്നോട് ഹൗ മച്ച് വിൽ യു പേ മീ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛന് ഞാൻ പൈസ കൊടുത്തിട്ടില്ല, പിന്നെയാണോ എന്ന്. നോ നോ ഐ വിൽ നീഡ് മീ എന്ന് പറഞ്ഞു. തരാം, എല്ലാം കഴിയുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കൂ, അപ്പോൾ ഞാൻ എന്താണ് തരുന്നതെന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പാടിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷമുള്ള കുറച്ച് ഗിഫ്റ്റുകൾ ഞാൻ കൊടുത്തു. മോൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു വെച്ചിരുന്നു. അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ണിലിങ്ങനെ നക്ഷത്രങ്ങൾ വന്ന പോലെ ആയിരുന്നു. ഇവൾ ബേസിക്കലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഭയങ്കര പുസ്തക വായനശീലമുണ്ട്. പിന്നെ ഹാരി പോട്ടർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടോയ്സും കാര്യങ്ങളുമൊക്കെയല്ലേ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇഷ്ടം. ഹാരി പോട്ടറിന്റെ കുറച്ച് ടോയ്സ്. പിന്നെ പെൺകുട്ടിയല്ലേ, എന്റെ വീട്ടിൽ 2 പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് പെൺകുട്ടികളെ എങ്ങനെ വീഴ്ത്താമെന്ന് എനിക്കറിയാം. അവർക്ക് നല്ല കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്താൽ ഹാപ്പിയാകും. ഒരു അച്ഛന്റെ റോളിലുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അതൊക്കെ കൊടുത്തു. പിന്നെ സർപ്രൈസസ് ആണല്ലോ അവർക്ക് ഏറ്റവും ഇഷ്ടം. സൂമിലാണ് പാടുന്നത്. പാടി കഴിഞ്ഞപ്പോൾ എന്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. യെസ് യെസ് എന്ന് പറഞ്ഞു. എന്നാൽ തിരിഞ്ഞു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ആ ഗിഫ്റ്റുമായി എത്തി. ഇതെല്ലാം സൂമിലായിരുന്നു റെക്കോർഡ് ചെയ്തത്. ഒരു വിൻഡോയിൽ ഞാനുണ്ട്, ഒന്നിൽ പൃഥ്വിയുണ്ട്. മോൾ സുപ്രിയുമായിട്ട് ബോംബെയിലെത്തിയതാണ്. ആ സ്റ്റുഡിയോയിലെ എഞ്ചിനീയേഴ്സ് എന്റെ സുഹൃത്തുക്കളാണ്. അവിടെ വന്ന് മോൾ പാടുമ്പോൾ ഞാനും പൃഥ്വിയും അത് കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇമോഷൻ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ അത് പെട്ടെന്ന് അവൾ ക്യാച്ച് ചെയ്യും. അത് പിന്നെ അച്ഛന്റെ മോളല്ലേ. അലംകൃത ഇങ്ങനെ പാടുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അത്രയും സ്വീറ്റ് ആയിരുന്നു. മോൾ പാടുമ്പോൾ പൃഥ്വി ഒറീസയിലാണ്. ആദ്യമായി ആലി സ്റ്റുഡിയോയിൽ വന്നപ്പോൾ നമ്മൾ 3 പേരും ഒരു വിൻഡോയിൽ വന്നു. കൊച്ചിനെ ആദ്യം കംഫർട്ട് ആക്കണമല്ലോ, അല്ലാതെ ആദ്യം തന്നെ അവർ പേടിക്കില്ലേ. ഞാൻ ഹൗ ആർ യു ആലി, മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ പൃഥ്വി ഇടയ്ക്ക് കയറി പറയുകയാണ്, ആലി ദിസ് ഈസ് ദീപക് ദേവ്, ഹി ഈസ് ദി മ്യൂസിക് ഡയറക്ടർ, ഹി ഈസ് മൈ എനിമി, ബി വെരി കെയർഫുൾ ഓഫ് ഹിം എന്ന്. അതായത് എന്നെ അധികം അടുപ്പിക്കരുത് എന്ന്. കൊച്ചി എന്നെ ഇങ്ങനെ നോക്കുകയാണ്. പൃഥ്വി ചതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. വെരി ഡേഞ്ചറസ്, ബി വെരി കെയർഫുൾ എന്നൊക്കെ പറഞ്ഞ് പൃഥ്വി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ബെസ്റ്റ്, ഇനി ഈ കുട്ടി എങ്ങനെ പാട്ട് പഠിക്കും? എന്നെ പേടിയുള്ള രൂപത്തിലല്ലേ കാണുക എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കൊച്ച് അതിന്റെ അച്ഛനെ നോക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, ഇതിനപ്പുറത്തെ ആളെ ഞാൻ ഡീൽ ചെയ്തു എന്ന രീതിയിൽ. പക്ഷേ വളരെ സ്വീറ്റ് ആണ് അവൾ. വളരെ നന്നായി അത് പാടി തീർക്കുകയും ചെയ്തു, ദീപക് ദേവ് പറഞ്ഞു.